ഹലോ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ഹാൻഡ് ബാഗാണ്. റെക്സിലാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റെക്സിനാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിൻ്റെ അളവുകളൊക്കെ എഴുതിയെടുക്കുക. പിന്നെ തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡൽ തന്നെയാണിത്. ഇതിൻ്റെ അളവുകൾ എഴുതിയെടുക്കണം. 10 ഇഞ്ച് നീളം, 7 ഇഞ്ച് വീതിയുള്ള ഇതുപോലത്തെ 2 പീസ് എടുക്കണം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ജോയിൻ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഒരു ഭംഗിക്കും വേണ്ടി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഇതിലേക്ക് ജോയിൻ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈനായിട്ട് നല്ല ഫ്ലവറുകളൊക്കെ ഉള്ള തുണി, ഒരു ചെറിയൊരു തുണ്ട് ഇത് ഫ്രണ്ട് വശത്ത് വരുന്നതാണ്, വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. കാണാനൊന്നുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ അളവിലുള്ള 2 പീസ് എടുക്കണം. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതാണ്. ഇതിന്മേലാണ് നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ അളവ് 13 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതിയാണ്. ഇങ്ങനത്തെ 2 എണ്ണം എടുക്കണം. ഇത് നമ്മൾ കളർ എടുത്തിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. ഇതിന് 13.5 ഇഞ്ച് നീളം, 2.25 ഇഞ്ച് വീതിയാണുള്ളത്. ഇങ്ങനത്തെ രണ്ട് തുണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അളവ്. പിന്നെ ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ലൈനിങ് ഉണ്ടാവും. ഇത് അടിച്ചതിന് ശേഷം നമുക്ക് അടിച്ചതിന് ശേഷം എടുത്താൽ മതി. ഇതിൻ്റെ അളവ് 10 ഇഞ്ച് 7 അപ്പോൾ നമ്മളൊരു തുണ്ട് ഇവിടെ ഡിസൈനിന് വേണ്ടിയിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു രൂപം നോക്കാം. ഈ ഒരു രൂപമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതോ 10 ഇഞ്ച് 7 എന്നുള്ള അളവിലേക്കായി. കറക്റ്റ് 10 ഇഞ്ച് 7 എന്നുള്ള അളവ് മതി. ഇച്ചിരി ഏറുണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ 13.5 ഇഞ്ച് നീളവും 2.25 ഇഞ്ച് വീതിയുള്ള ആ ഒരു ഹാൻഡിലിൻ്റെ തുണ്ടാണിത്. ഇത് ഞാൻ എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം. ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം നമ്മൾ ഹാൻഡിൽ ഭാഗമല്ലേ, അപ്പോൾ കാണുമ്പോൾ നല്ല സ്റ്റിച്ചിങ് നല്ല കണ്ടീഷനായിട്ട് വരണം. അപ്പോൾ ഇത് 4 ഇഞ്ചിക്ക് കറക്റ്റ് മടക്കി അടിക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. 4 ഇഞ്ചിക്ക് ചെയ്തു. ഇതും ഇതുപോലെ 4 ഇഞ്ചിക്ക് 2 പീസും സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ മടക്കി അടിക്കുക. ഇത് തുണി സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് മതി, ഇത് ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് 4 ഇഞ്ചിൽ ഹീറ്റാക്കി കൊടുത്താൽ മതി. ഒരു സ്റ്റിച്ച് കമ്മിയാവുമല്ലോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വെച്ചടിക്കുക. അപ്പോൾ പുറകുവശത്ത് ഒരു സ്റ്റിച്ച് നല്ല ഭംഗിയിൽ കാണും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ മേലെ ഇതേ സ്റ്റിച്ചിലൂടെ വരണം. അത് 2 സ്റ്റിച്ച് ഉണ്ടെന്ന് നമുക്ക് തോന്നരുത്, അത്രയും കണ്ടീഷനിൽ വരണം. അത് നമ്മൾ കുറേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റെഡിയാവും. അതുപോലെ തന്നെ ഈ വശവും അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കൈ ഇങ്ങനെ വന്നു, 2 സ്റ്റിച്ച്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 13 ഇഞ്ച് 10 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയുള്ള ആ ഒരു പീസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് എടുക്കേണ്ടത്
സെന്റർ മടക്കുക, അതിൽ മൂന്നിലൊന്ന്, അങ്ങനെ മൂന്നിലൊന്ന് ആക്കുമ്പോൾ സെന്ററിൽ മടക്കുമ്പോൾ ഇങ്ങനെ മൂന്നളവ് വരും, കറക്റ്റ് ഒരേ അളവിലുള്ള. ഇത് ഈ ഓയിൽ തേക്കുന്നത് റെക്സിൻ ആയതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാൻഡിൽ എടുത്തിട്ട് ഇതിനെ സെന്ററിൽ വെക്കണമെങ്കിൽ വെക്കാം, നമുക്കൊന്നുകൂടെ ഇച്ചിരി അടുപ്പിക്കലാണ് നന്നാവുക. അപ്പൊ ഒന്നുകൂടെ ഈ മാർക്കിന് സെന്ററിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഉള്ളോട്ട് അകത്തിലോട്ട് വെക്കാം. ഇത് വക്കിലൂടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ മതി, ഇനി അളവ് മാറണ്ട വെച്ചിട്ട്. അതിപ്പോ നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല, ചുമ്മാ അടിച്ചു പോവും. പിന്നെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഹാൻഡിൽ വെക്കുമ്പോൾ ഹാൻഡിലിന്റെ നമ്മൾ ആ രണ്ട് സ്റ്റിച്ച് കാണുന്ന നല്ല വശം ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ തന്നെ വെക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് പീസാണ് കിട്ടിയത്. ഇപ്പൊ ഇതിന്റെ ഹാൻഡിലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 10 ഇഞ്ച് 7 ഇഞ്ച് എന്ന് പറഞ്ഞ തുണ്ടിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അര ഇഞ്ചിക്ക് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. കെട്ടിടുന്ന ഭാഗം ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് പതുക്കെ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ഹാൻഡിലായിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ രൂപത്തിൽ ചെയ്യാം. ഒരു ഇച്ചിരി ഇതേ ഹാൻഡിലുമേ തന്നെ ഇത് ഞാൻ ഒരു രൂപം കാണിച്ചെന്നാണ്. നെക്സ്റ്റ് ഇച്ചിരി കയറ്റി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാൻ ഒന്നുകൂടെ ഭംഗി വരും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇവിടെ ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. ഇങ്ങനെയും ചെയ്യാം. എന്നാലും ഒരു സ്റ്റിച്ച് ഏറെ കിട്ടും. പക്ഷെ ഇതിലേറെ ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അത് നമ്മൾ ഓരോ ബാഗിനും നമുക്ക് എന്താണോ തോന്നുന്നത് ആ രൂപത്തിലൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ ഈ ഒരു തുണ്ടിലേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 1/2 ഇഞ്ച് ജോയിന്റ് ഉണ്ട്. ഈ തുടക്കത്തിലും ഒടുക്കത്തിലും കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് വരും. ഇത് ഹാൻഡിലായി. ഇങ്ങനെയുള്ള രണ്ട് തുണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഒന്ന് ലൈനിങ് വെച്ച് സെറ്റ് ചെയ്തിട്ട് അടിക്കണം. അത് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് ഏത് തുണിയായാലും മതി. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു വേസ്റ്റ് പീസാണ് ഇത്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അടിക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 4 വശവും. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാ. നാല് വശത്തുള്ള വേസ്റ്റും കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് നമ്മൾ ഇതുപോലെ 4 വശവും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. എന്ത് ലൈനിങ് ആയാലും മതി.
നമ്മളെ വീട്ടിലുള്ള വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരുവിധം തുണികളൊക്കെ യൂസ് ചെയ്യുക. ഈ സാരിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, മറ്റേ ലുങ്കി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എല്ലാ തുണികളും നമുക്ക് ഈ ക്ലീനിങ് ആയി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ 4 വശം നമ്മൾ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാണ്. ഇങ്ങനെ ഒരു രൂപമാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള ഇത് രണ്ടും ഒരേ അളവ് തന്നെ ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സിബ് എടുത്തു, നമ്മൾ എങ്ങനെയാണോ പൗച്ചിന് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ സെയിം അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അമർത്തിട്ടിട്ട് സിബിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം മേലിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. ഒറ്റ സ്റ്റിച്ച് മതി, കൂടുതൽ 2 സ്റ്റിച്ച് കൊടുത്താൽ കാണാൻ ഭംഗിയാണ്, പക്ഷെ 1 മതി. അതുപോലെ മറുവശത്ത് നമ്മൾ ഇത് കമഴ്ത്തി വെച്ചു, ഇതിൻ്റെ അരിക് റെഡിയാക്കി വെച്ചു, അടിയിലെ സിബ് ചെറുതായിട്ട് വലിച്ചു. ഇതൊരു 1/4 ഇഞ്ച് ഉണ്ടോ, കറക്റ്റ് സിബിന് അരികിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇവിടെ എത്തുമ്പോഴും ഒരേ ലെവൽ ഉണ്ടാവും. ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞു. ഇതിൽ നമ്മൾ ചെറിയൊരു തുണ്ട് കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ കൊടുക്കുകയാണ്. അതുപോലെ ഇതിന് നമ്മൾ റണ്ണർ ഇടുകയും ചെയ്യും. റണ്ണർ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ റണ്ണർ ഇട്ട് കൊടുക്കും. മടക്കിയതിന് ശേഷം കറക്റ്റ് താഴ്വശത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ 2 അരികും ഒരുപോലെ ആവാൻ ശ്രമിക്കണം. ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാവുന്ന ആളുകൾ തന്നെ ആവും. കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതന്നെ 4 വശവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറയാൻ കാരണം ഇവിടെ റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ജിബിൻ്റെ ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. കെട്ടിട്ട് കളഞ്ഞ് ജിബ് കട്ട് ചെയ്തു. നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു രൂപമാണ്. ഇങ്ങനെ രൂപം കിട്ടി. ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത്, നമ്മൾ പൗച്ച് അടിച്ചപ്പോൾ എങ്ങനെയാണോ പിടിച്ചത്, ഇത് ഞാൻ പൗച്ചിന് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കണേ. പൗച്ചിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഇനി യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ പിടിച്ചു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എത്രയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അതിന് നമ്മൾ ടേപ്പ് എടുത്തിട്ട് 1.5 ഇഞ്ച് നമുക്ക് പിടിക്കാം. 1.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം. 1.5 ഇഞ്ചിൽ പിടിച്ചു. ഇതും ഇതുപോലെ വൈഡ് ചെയ്ത് പിടിക്കുക. പൗച്ച് അടിച്ചതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജോയിൻറ്റും ഒരേ ലെവലിലേക്ക് വെക്കണം, അപ്പോഴേ സെൻറ്ററിൽ ഒരുപോലെ ആവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വൈഡാക്കി പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ 1.5 ഇഞ്ച് 1.5 ഇഞ്ചിൽ കറക്റ്റ് വൈറ്റ് പെൻസിലോട് മാർക്ക് ചെയ്യാം. കറക്റ്റ് 1.5 ഇഞ്ച് മതി പിടിക്കുക. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും. കെട്ടിട്ട് കൊടുക്കുക, ഇവിടെയും കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് മറിച്ച് നോക്കാം. സിബ് ഓപ്പൺ ചെയ്തു.
ഇത് നമ്മൾ ആ 1.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ വന്ന ഒരു രൂപമാണിത്. അടിവശം നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരു രൂപം. ചെറിയൊരു ഹാൻഡ് ബാഗാണ്, വളരെ ചെറുത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മളെ രൂപമാണിത്. ഈ ഒരു ഭംഗി ഉണ്ടാവും. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു തുണ്ട് കൊടുത്തതാണ്. ഈ കളർ ഡാർക്ക് ബ്രൗൺ 2 പീസ് ഇവിടെ. ഇങ്ങനത് വെവ്വേറെ കളറിൽ നമുക്ക് അടിക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇവിടെ നല്ല ചെറിയൊരു എംബ്ലം, സ്റ്റീലിൻ്റെ ഒരു എംബ്ലം കൊടുക്കാം. അതുപോലെ തന്നെ ഈ പുറകു വശത്ത് ഒരു സിബ് കൊടുക്കാം. പിന്നെ ഈ ഭാഗത്തുള്ള ലെയറിങ് കാണാത്ത രൂപത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് രൂപങ്ങളുണ്ട്, വിവിധ രൂപത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ ചെയ്താണ്. അപ്പോൾ തുണി സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സ്റ്റഡിയിൽ ഇതുപോലെ അടിക്കണമെങ്കിൽ തുണികളിൽ ക്യാൻവാസ് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറക്റ്റ് ഇതുപോലെ ഒരു പക്ഷേ ഇതിനെക്കാളും ഭംഗിയിലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയും.